ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ബിൻ കാർഡിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഒരു ബിൻ കാർഡ് തയ്യാറാക്കുമ്പോൾ അതിൽ ആവശ്യം വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ബിൻ കാർഡ് ഏറ്റവും ടോപ്പിലായിട്ട് ബിൻ കാർഡ് എന്ന് എഴുതാം. എന്നിട്ട് അതിന് താഴെ നമ്മൾ കാർഡ് നമ്പർ എഴുതണം, അതുപോലെ കാർഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് റിയോർഡർ ലെവല്, മിനിമം ലെവല്, മാക്സിമം ലെവല്, ദെൻ റിയോർഡർ ക്വാണ്ടിറ്റി അത് എഴുതണം. അതിന് ശേഷമാണ് നമ്മൾ ബിൻ കാർഡിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ബിൻ കാർഡിൽ നമ്മൾ ആദ്യം ഡേറ്റ് എഴുതും, പിന്നെ ഡേറ്റിന് ശേഷം നമ്മൾ അതിൻ്റെ റെസിപ്റ്റ് എഴുതാനുള്ള 2 കോളം വരയ്ക്കും, ഇഷ്യൂസ് എഴുതാനുള്ള 2 കോളം വരയ്ക്കും, ദെൻ ബാലൻസ് എഴുതാനുള്ള 2 കോളം വരയ്ക്കും. റെസിപ്റ്റിന് താഴെ നമ്മൾ GR നമ്പർ എഴുതാൻ കോളം, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, അതായത് മെറ്റീരിയൽസ് സ്റ്റോറിലെത്തുമ്പോൾ ആ മെറ്റീരിയൽസ് തരുന്ന ഒരു സപ്ലയർ, ആ സപ്ലയർ നമുക്ക് തരുന്നൊരു ബില്ലും ക്വാണ്ടിറ്റി ഉണ്ടാവും, മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ ബില്ലിലെ നമ്പറാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ആ നമ്പർ അവിടെ എഴുതാം, എന്നിട്ട് ക്വാണ്ടിറ്റി എഴുതാം. ഓക്കെ, എന്നിട്ട് അത് ബാലൻസ് കോളത്തിൽ എടുത്ത് എഴുതാം. ദെൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്യൂ കോളത്തിൽ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് നമ്പർ, MRN നമ്പർ എന്ന് പറയും. അതായത് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി വരുന്ന റിക്വസ്റ്റുമായിട്ട് വരുന്ന ഒരു ആരാണോ റെസ്പോൺസിബിൾ ഓഫീസർ, ആരാണോ റെസ്പോൺസിബിൾ പേഴ്സൺ, ആരാണോ ആൾ തരുന്നൊരു റിക്വസ്റ്റ് ഉണ്ടാവും. ആ റിക്വസ്റ്റിൻ്റെ നമ്പർ നമ്മളോട് രേഖപ്പെടുത്തിയിട്ട് ഇഷ്യൂ കോളത്തിൽ എഴുതുന്നു. എന്നിട്ട് നമ്മൾ ബാലൻസ് കോളത്തിൽ നമ്മൾ ബാക്കിയുള്ള എഴുതുന്നു. അപ്പോൾ ഓരോ റെസിപ്റ്റ് വരുമ്പോഴും മെറ്റീരിയൽസ് കൂടുന്നു, ബാലൻസ് കോളത്തിൽ അപ്പോൾ കൂട്ടിയതാണ്. ഓരോ ഇഷ്യൂ വരുമ്പോഴും മെറ്റീരിയൽസ് കുറയുന്നു, അപ്പോൾ ബാലൻസ് കോളത്തിൽ നമ്മൾ കുറച്ചിടണം. ഇതാണ് നമുക്കതിൽ പൊതുവായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ദ ഫോളോയിങ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എക്സ് ഇൻ എ ഫാക്ടറി ഡ്യൂറിങ് ജൂൺ 2019. 2019 ജൂൺ മാസത്തെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 100 കിലോഗ്രാം. റിസീവ്ഡ് ഫ്രം സപ്ലയർ, അതിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അത് GR നമ്പറാണ്, അത് അവിടെ എഴുതണം. ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇഷ്യൂഡ്, അപ്പോൾ അത് ഇഷ്യൂ കോളത്തിൽ എഴുതണം. ഇഷ്യൂഡ് ഓരോ ഇഷ്യൂ വരുമ്പോഴും ഇഷ്യൂ കോളത്തിൽ എഴുതിയിട്ട് ബാലൻസ് കോളത്തിൽ കുറച്ച് എഴുതാം. ഇപ്പോൾ നോക്കി 100 യൂണിറ്റ് ഉള്ളപ്പോഴാണ് 500 യൂണിറ്റ് വാങ്ങിച്ചത്, അപ്പോൾ ബാലൻസ് എത്രയായി? 600 ആയി. 600 യൂണിറ്റ് ഉള്ളപ്പോഴാണ് 300 യൂണിറ്റ് ഇഷ്യൂ, അപ്പോൾ ബാക്കി എത്രയും 300 ആയി. 300 യൂണിറ്റ് 300 യൂണിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് 100 യൂണിറ്റ് ഇഷ്യൂ, അപ്പോൾ എത്രയും 200 ആയി. 200 യൂണിറ്റ് ഉള്ളപ്പോഴാണ് 600 യൂണിറ്റ് വാങ്ങിച്ചത്, അപ്പോൾ 800 ആയി. 800 യൂണിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്തത്, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 200 കുറയ്ക്കുക. ദെൻ വീണ്ടും ഗുഡ്സ് 2 വാങ്ങിച്ചു, 700 വാങ്ങിച്ചു, 300 വാങ്ങിച്ചു. അതിനുശേഷം 300, 450 ഇഷ്യൂ ചെയ്തു ഓരോ ഡേറ്റിലും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പ്രകാരം ചെയ്യുക. ദ മിനിമം സ്റ്റോക്ക് ലെവൽ ഓഫ് മെറ്റീരിയൽ എ ഈസ് 300 കിലോഗ്രാം. അപ്പോൾ മിനിമം ലെവൽ 300 വലതുവശത്ത് എഴുതണം, റിയോർഡർ ലെവൽ 400 എഴുതണം, മാക്സിമം ലെവൽ 1800 എഴുതണം, അതിൻ്റെ റിയോർഡർ ക്വാണ്ടിറ്റി 1000 എഴുതണം. അങ്ങനെ ഓരോ ക്വാണ്ടിറ്റിയും നമ്മളവിടെ സെപ്പറേറ്റ് എഴുതണം. ഇപ്പോൾ റിയോർഡർ ക്വാണ്ടിറ്റി എത്ര? 1000 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ നമ്മൾ 1000 കാണിക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊരു 0 ചേർക്കാം, 0 വിട്ടുപോയതാണ്, 1000 എഴുതാം. അപ്പോൾ അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു റിയോർഡർ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മാക്സിമം 1800 ഇവിടെ ഉണ്ട്, മാക്സിമം 1800, ദെൻ മിനിമം 300, മാക്സിമം 1800. റിയോർഡർ ലെവൽ 400, റിയോർഡർ ക്വാണ്ടിറ്റി 1000. റിയോർഡർ ലെവൽ 400, റിയോർഡർ ക്വാണ്ടിറ്റി 1000. ഓക്കെ, ദെൻ ബിൻ കാർഡ് നമ്പർ 58 ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോഴ്സ് ലെഡ്ജർ ഫോളോ നമുക്ക് തന്നിട്ടില്ല, അതൊന്നും എഴുതാനില്ല. അപ്പോൾ സാധാരണ ഇതിൽ ഈ ടോപ്പിലുള്ള ഈ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് സാധാരണ വരയ്ക്കാറില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ ബിൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഡേറ്റ്, റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് ഇവിടുന്ന് താഴേക്കാണ് വരയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ വരച്ചോണ്ട് കുഴപ്പമില്ല, അത് നല്ല, അതാണ് അതിൻ്റെ ഫോർമാറ്റ് കേട്ടോ, കറക്റ്റായിട്ട്. ഇനി എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്? ജൂൺ 2019 അല്ലേ? ജൂൺ 2019 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജൂൺ 2019 കാണിക്കാം. 19 ജൂൺ. ഓക്കെ, ജൂൺ അടിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് വരുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡേറ്റിലും കറക്റ്റായിട്ട് നമ്മൾ 1-ാം തീയതി ഉണ്ടായേ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു, അവിടെ എഴുതുന്നു. ക്വാണ്ടിറ്റി കോളത്തിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ 100 യൂണിറ്റ് എഴുതുന്നു, 100 യൂണിറ്റ്. ഓക്കെ, 100 യൂണിറ്റ് എഴുതിയതിന് ശേഷം അടുത്ത ഡേറ്റ് എന്നാ? അടുത്ത ഡേറ്റിൽ 2-ാം തീയതിയാണ്. 2-ാം തീയതി ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഓക്കെ, ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൻ്റെ അതിൻ്റെ നമ്പർ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എത്രയാണ് നമ്പർ നമുക്ക് തന്നിരിക്കുന്നത്? 2-ാം തീയതിയിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൻ്റെ നമ്പർ 210 ആണ്. 210 500 യൂണിറ്റ് ആണെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ്സ് റിസീവ്ഡിൽ 210 എഴുതുന്നു, 210. ദെൻ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? ക്വാണ്ടിറ്റി 500 ആണ്. ക്വാണ്ടിറ്റി 500 എഴുതി.
ഇനി നമ്മൾ ഈ ഇഷ്യൂ കോളത്തിൽ ബാലൻസ് കോളത്തിലേക്ക് വരുന്നു. ഓരോ റെസിപ്റ്റ് കഴിയുമ്പോൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ 100 യൂണിറ്റ് ഉണ്ടായിരുന്നു, 500 യൂണിറ്റ് വാങ്ങിച്ചു, ബാക്കി എത്രയുണ്ട്? അപ്പോൾ ബാക്കിയല്ല, ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ 600 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, റെസിപ്റ്റ് വരുമ്പോൾ ബാലൻസിനോട് കൂട്ടി എഴുതാം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. 2-ാം തീയതി കഴിഞ്ഞാൽ അടുത്തത് 4-ാം തീയതിയാണ്. 4-ാം തീയതി എന്താ സംഭവിച്ചാണ്? 4-ാം തീയതി MRN നമ്പറാണ്. അപ്പോൾ അത് എത്രയാണ് MRN നമ്പർ? 4-ാം തീയതിയിൽ MRN നമ്പർ 700 ആണ്. അപ്പോൾ 700 ആ കോളത്തിൽ നമ്മൾ ഇവിടെ 700 എഴുതും. നമ്പർ 700 എഴുതി. 700 എഴുതിയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? ക്വാണ്ടിറ്റി 300. 700 നമ്പറാണ് കേട്ടോ, ഇത് 300. ഇനി ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 600-ൽ നിന്ന് 300 കുറയ്ക്കുക, ബാക്കി എത്രയുണ്ട്? ബാക്കി 300 വരും. ഓക്കെ, അപ്പോൾ ഇഷ്യൂ കഴിയുമ്പോൾ കുറച്ച് എഴുതി, റെസിപ്റ്റ് വന്നപ്പോഴോ കൂട്ടി എഴുതി. അതാണ് ഇവിടുത്തെ ചെയ്തത്. അപ്പോൾ തെറ്റാതെ നോക്കി എഴുതിക്കോളും. അടുത്ത ഡേറ്റ് 4-ാം തീയതി കഴിഞ്ഞാൽ 6-ാം തീയതി. 6-ാം തീയതി എന്താ സംഭവിച്ചത്? 6-ാം തീയതി ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ 6-ാം തീയതിയിലത്തെ ഇഷ്യൂവിൻ്റെ നമ്പർ നോക്കാം. 6-ാം തീയതിയിലെ ഇഷ്യൂവിൻ്റെ നമ്പർ 701 ആണ്. 100 കിലോഗ്രാമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 701. അപ്പോൾ ഇവിടെ നമ്മൾ 701 എഴുതാം. 701. എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്തു? 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. ബാക്കി എത്രയുണ്ട്? 300 ഉള്ളപ്പോഴാണ് 100 ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് എഴുതണം, 200 എഴുതണം. ഓക്കെ, ദെൻ 6-ാം തീയതി കഴിഞ്ഞു. അടുത്ത ഡേറ്റ് എന്നാ? 6-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതിയാണ് അടുത്ത ഡേറ്റ്. 10-ാം തീയതി എന്ത് സംഭവിച്ചു? ഗുഡ്സ് വാങ്ങിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങിച്ച ഡേറ്റ് നോക്കാം. 10-ാം തീയതി റിസീവ്ഡ് ആണ്. അപ്പോൾ 600 കിലോഗ്രാം, 220 ആണ് അതിൻ്റെ GRN നമ്പർ. അപ്പോൾ GRN നമ്പർ കോളത്തിൽ 220 എഴുതാം. ഇവിടെ നമ്മൾ 220 കയറി കിടക്കണേ. 220. അതിൻ്റെ എത്ര യൂണിറ്റാണ് നമ്മൾ വാങ്ങിച്ചത്? 600 യൂണിറ്റ് വാങ്ങിച്ചത്. 10-ാം തീയതി 600 യൂണിറ്റ് വാങ്ങിച്ചു. 600. അപ്പോൾ 10-ാം തീയതി 600 യൂണിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ബാലൻസ് എത്രയുണ്ട്? 200 അല്ലേ? ഈ 200-ൻ്റെ കൂടെ 600 കൂട്ടിയിട്ട് നമ്മളവിടെ 800 എഴുതും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 12-ാം തീയതി. 12-ാം തീയതി നമ്മൾ എന്ത് സംഭവിച്ചു? 12-ാം തീയതി MBTയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് MRN നമ്പർ പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റാണ്? 12-ാം തീയതിയിലത്തെ ട്രാൻസാക്ഷൻ നോക്കുക. 12-ാം തീയതിയിലത്തെ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ 710 ആണ് അതിൻ്റെ MRN നമ്പർ വരുന്നത്. 710. അപ്പോൾ ഇവിടെ നമ്മൾ 710 അടിച്ചു. 710. എന്നിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എഴുതും. 710 യൂണിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 12-ാം തീയതി കൊടുത്തിരിക്കുന്നത് 200 യൂണിറ്റാണ് അല്ലേ? 200 യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ 710 യൂണിറ്റ് 710 പ്രകാരം എത്ര യൂണിറ്റ് കൊടുത്തു? 200 യൂണിറ്റ് കൊടുത്തു. 200 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പോൾ 800-ൽ നിന്ന് 200 കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? ഇഷ്യൂ ചെയ്തിട്ട് ബാക്കി 600 യൂണിറ്റ് ബാക്കിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഡേറ്റിലേക്ക് നമ്മൾ വരുന്നത് 12-ാം തീയതി കഴിഞ്ഞാൽ ബാക്കി 12-ാം തീയതി 13-ാം തീയതി. 13-ാം തീയതി വീണ്ടും ഇഷ്യൂ ആണ്. 13-ാം തീയതി ഇഷ്യൂ അല്ലല്ലോ, 13-ാം തീയതി ഗുഡ്സ് പർച്ചേസാണ്. 13-ാം തീയതിക്ക് വരാം നോക്കാം. 13-ാം തീയതിക്ക് വരുമ്പോൾ റെസിപ്റ്റാണ്. 13-ഉം 15 റെസിപ്റ്റാണ്. 230 ആണ് ഇവിടുത്തെ 235. അപ്പോൾ 13-ഉം പിന്നെ 15-ഉം അത് വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് താഴെ അടിക്കാം. 15, 13-ാം തീയതി 15-ാം തീയതി അതിൻ്റെ നമ്പർ നമ്മൾ നോക്കാം. 13-ാം തീയതിയിലത്തെ നമ്പർ 230, 235. ഓക്കെ, 230. അപ്പോൾ 13-ാം തീയതി 14-ാം തീയതി ഗുഡ്സ് റിസീവ്ഡ് ആണ്. 230, 235 അത് നമുക്ക് താഴേക്കൊന്ന് ഇറക്കി അടിക്കാം. അത് 230. എന്നാലും നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 235 ഇല്ല, അത് കൂടുതൽ ഇറങ്ങിപ്പോകുന്നു. അതൊന്ന് മുകളിലേക്ക് കയറ്റി അങ്ങനെ തന്നെ ആക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് ശരിയാവുന്നില്ല. ഓക്കെ, 235 230 പ്രകാരം നമ്മൾ എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്തു? 230 യൂണിറ്റ് പ്രകാരം നമ്മൾ ഇഷ്യൂ ചെയ്തത് എത്ര? 13-ാം തീയതി. 13-ാം തീയതി റെസിപ്റ്റാണ്, ഇഷ്യൂ അല്ല, റെസിപ്റ്റാണ്. 300 യൂണിറ്റ് വാങ്ങിച്ചു. 300 യൂണിറ്റ് വാങ്ങിച്ച് ബാക്കി എന്താ ഉണ്ടാവും? 600-ഉം 300-ഉം കൂടിയിട്ട് 900 യൂണിറ്റ് ബാക്കി വരും. 15-ാം തീയതി വീണ്ടും നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു. GR നമ്പർ എത്രയാണ്? 235 വരാൻ 700 യൂണിറ്റ് വാങ്ങിച്ചു. 700 യൂണിറ്റ് വാങ്ങിച്ചു. ബാക്കി എത്ര ഉണ്ടാവും? 700-ഉം 900-ഉം കൂടിയിട്ട് 9, 7, 16 1600 യൂണിറ്റ് നമ്മുടെ കയ്യിൽ ബാക്കി വന്നു. ഓക്കെ, അപ്പോൾ 15-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഡേറ്റ് എന്നാൽ അടുത്ത ഡേറ്റിൽ 15-ാം തീയതി 20-ാം തീയതി ഇഷ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി താഴേക്ക് എഴുതാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 20-ാം തീയതി
നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എം ആർ നമ്പർ നോക്കണം. 20-ാം തീയതിയിലത്തെ എം ആർ നമ്പർ എത്രയുണ്ട്? 20-ാം തീയതിയിലത്തെ എം ആർ 750 അപ്പോൾ 750 നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഇഷ്യൂ കോളത്തിൽ കേട്ടോ 750. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട്? ക്വാണ്ടിറ്റി 300. എത്ര യൂണിറ്റാണ് ബാക്കി വരിക? 1600 നിന്ന് 300 കഴിഞ്ഞാൽ ബാക്കി 1300 വരും. ഓക്കെ. ഇനി 20-ാം തീയതി കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത ഇതെന്നാ? 20-ാം തീയതി കഴിഞ്ഞിട്ട് ബാക്കി 29-ാം തീയതി വീണ്ടും ഇഷ്യൂ ആണ് പറയുന്നത്. 29-ാം തീയതി ഇഷ്യൂ എത്ര പറയണേ? 450 യൂണിറ്റാണ് ഇഷ്യൂ പറയുന്നത്. അതിൻ്റെ നമ്പർ എത്രയാണ് പറയണേ? നമ്പർ 802 എന്ന് നമ്പർ പറയുന്നത്. എം ആറിൻ്റെ നമ്പർ 802 യൂണിറ്റ് 450. ഓക്കെ. 450. 1300 നിന്ന് 450 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 850 യൂണിറ്റ് ബാക്കി വരും. 850 യൂണിറ്റ് ബാക്കി വരും. അപ്പോൾ ഓരോ ഡേറ്റിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് എഴുതി. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. 1-ാം തീയതി ഓപ്പണിംഗ് ബാലൻസ് 100. അപ്പോൾ ബാലൻസ് കോളത്തിൽ എഴുതി. ദെൻ 2-ാം തീയതി 500 യൂണിറ്റ് വാങ്ങിച്ചു. ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യം. ക്വാണ്ടിറ്റി കോളം മാത്രം നോക്കിയാൽ മതി. ഈ 500 യൂണിറ്റ് നമ്മൾ വാങ്ങിച്ച് അപ്പോൾ ടോട്ടൽ എത്ര? 600. ദെൻ 4-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 600 നിന്ന് 300 കുറച്ച് 300 എഴുതി. ഓക്കെ. ദെൻ വീണ്ടും 6-ാം തീയതി 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 300 നിന്ന് 100 കുറച്ച് 200 എഴുതി. ദെൻ 10-ാം തീയതി 600 യൂണിറ്റ് വാങ്ങിച്ചു. 200ഉം 600ഉം കൂടി കൂട്ടിയിട്ട് 800 എഴുതി. 12-ാം തീയതി 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത്. 800 നിന്ന് 200 കുറച്ച് 600 എഴുതി. അപ്പോൾ ഇഷ്യൂ ചെയ്ത് കുറച്ച് ബാലൻസിൽ എഴുതാം. റിസീവ് ചെയ്യുമ്പോൾ അത് കൂട്ടി എഴുതാം അല്ലേ. അടുത്ത് ഈ 13-ാം തീയതി 300 യൂണിറ്റ് വാങ്ങിച്ച് 600ഉം 300ഉം കൂട്ടിയിട്ട് 900 എഴുതി. 15-ാം തീയതി 700 യൂണിറ്റ് വാങ്ങിച്ച് ദെൻ 900ഉം 700ഉം കൂടിയിട്ട് 9,000 1600 എഴുതി. കണ്ടോ. 20-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് 1300 എഴുതി. 29-ാം തീയതി 450 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് 850 എഴുതി. അപ്പോൾ 1300 നിന്ന് 450 കുറച്ചിട്ടാണ് 850 എഴുതിയത്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 29-ാം തീയതി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 850 യൂണിറ്റ് ബാക്കിയുണ്ട്. 15-ാം തീയതി നോക്കുമ്പോൾ എത്ര യൂണിറ്റ് ബാക്കിയുണ്ട്? 1600 യൂണിറ്റ് ബാക്കിയുണ്ട്. 12-ാം തീയതി നോക്കുമ്പോൾ എത്ര യൂണിറ്റ് ബാക്കിയുണ്ട്? 600 യൂണിറ്റ് ബാക്കിയുണ്ട്. ഇതാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന രീതി. ഇതാണ് 2-ാമത്തെ ബിൻ. അപ്പോൾ അത് ഒറ്റ പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ മതി നമുക്കത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ. താങ്ക് യു.